ഉത്തരാഖണ്ഡിൽ ട്രെക്കിങ്ങിനിടെയുണ്ടായ അപകടത്തിൽ മരിച്ച കർണാടകയിൽ നിന്നുള്ള സംഘത്തിൽ മലയാളികളും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പാലക്കാട് സ്വദേശി വി കെ സിന്ധു, ബംഗളൂരുവിൽ താമസിക്കുന്ന കന്യാകുമാരി സ്വദേശി ആശാ സുധാകർ എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. കെ വി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, മലയാളികൾ എത്ര പേരാണുള്ളത്? അപകടത്തിൻ്റെ കാരണങ്ങൾ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? മറ്റ് വിവരങ്ങൾ കൂടുതലായി ലഭിക്കുന്നത് എന്താണ്? പ്രതീഷ്, 2 ദിവസം മുമ്പാണ് ഉത്തരാഖണ്ഡിലെ സഹസ്ത്ര താൽ മേഖലയിൽ ട്രക്കിങ്ങിന് പോയ കർണാടകയിൽ നിന്നുള്ള പർവ്വതാരോഹകരുടെ സംഘം അപകടത്തിൽപ്പെട്ടത്. 22 അംഗ സംഘമാണ് ഉണ്ടായത്. ഇതിൽ 2 മലയാളികളാണ് മരിച്ചത്. ഒന്ന് ആശാ സുധാകർ, ഇവരെല്ലാം തന്നെ ബാംഗ്ലൂർ താമസിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ചെർപ്പളശ്ശേരി സ്വദേശിയായിട്ടുള്ള സിന്ധു, ഇങ്ങനെ 2 മലയാളികളാണ് അതിൽ മരിച്ചത്. ഏതായാലും ഇതുവരെ 9 പേർ ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 15 പേരെ ഉൾപ്പെടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ പേർ ഇവരുടെ ഒപ്പം, അതായത് കർണാടകയിൽ നിന്ന് പോയി സംഘം അപകടത്തിൽപ്പെട്ടു. അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നിന്ന് വന്ന സംഘവും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഉത്തരാഖണ്ഡ് സർക്കാരുമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ആളുകളെയൊക്കെ തിരിച്ചുകൊണ്ടുവരാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും 15 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ 2 മലയാളികൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം.